ജൂലൈ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഓഗസ്റ്റിലേക്ക് എത്തി. ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് മലയാളികൾക്കൊക്കെയാണ് നമുക്ക് ഓണമൊക്കെ ഉണ്ട്. നമുക്ക് ഓണം റിലീസായിട്ടൊക്കെ കുറേ പടങ്ങളൊക്കെ ഇറങ്ങാനുണ്ട്. സോ ഓഗസ്റ്റിൽ ഇറങ്ങുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് ജൂലൈ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ഹോളിവുഡിൽ നിന്ന് 2 കിടിലൻ പടങ്ങൾ നമ്മൾ കണ്ടു. ഒഡീസിയും ദെൻ ബ്രാൻഡ് ന്യൂ ഡേയും. അല്ല കേരളത്തിലൊക്കെ വൻ കളക്ഷനാണ് ബ്രാൻഡ് ന്യൂ ഡേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒഡീസിക്ക് അതുപോലെ തന്നെയായിരുന്നു. സോ നമ്മൾ ഇത്രയധികം നല്ല കണ്ടന്റുകൾ നമ്മളിപ്പോഴും നമ്മൾ പറഞ്ഞത് നമ്മളിപ്പോൾ നമ്മുടെ കണ്ടന്റ് മാത്രം മലയാള പടങ്ങൾ മാത്രമല്ല, നമ്മളിപ്പോൾ തമിഴും തെലുങ്കും ഹിന്ദി ഹോളിവുഡിൽ നിന്നടക്കം നല്ല പടം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളത് ആ ഒരു ഫാൻഡം ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. സോ ഇറ്റ്സ് സോ ഗുഡ് ടു സീ അവർ മലയാളി ഓഡിയൻസ് നമ്മൾ ഇങ്ങനത്തെ എല്ലാ ജോണേഴ്സും എല്ലാ കണ്ടൻസും ഒരുമിച്ച് നമ്മൾ പണ്ട് എല്ലാവരും കളിയാക്കാറുണ്ടായിരുന്നു, ഇത് പ്രകൃതി പടങ്ങൾ മാത്രം ഇറക്കുന്നവരെ അത് കാണുന്നവരെന്നൊക്കെ പറഞ്ഞിട്ട്. ആ സാരിപ്പൊന്നല്ല. വി ലവ് സിനിമ, വി ലവ് ഓൾ കൈൻഡ് ഓഫ് സിനിമ. അത് ഇന്ന ഭാഷ ഇന്ന ജോണറൊന്നുമില്ല. നല്ല പടമാണെങ്കിൽ നമ്മളത് അപ്രിഷ്യേറ്റ് ചെയ്യും, ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നുള്ളതാണ് കേരള ബോക്സ് ഓഫീസിൽ ഈ കാണുന്ന സിനിമകളിലൊക്കെ തന്നെ റൺ എന്ന് പറയും. സോ ഓഗസ്റ്റിൽ ഇറങ്ങുന്ന സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കിയാൽ ഓഗസ്റ്റിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് തുടക്കം എന്ന് പറഞ്ഞ സിനിമയുണ്ട്. നമ്മുടെ ലാലേട്ടൻ്റെ മകളുടെ ആദ്യത്തെ പടം എന്നതാണ് ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ്. അതല്ലാതെ ഈ ഒരു സിനിമയെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന വേറൊരു ഘടകങ്ങളൊന്നും ഇതിൻ്റെ ട്രെയിലറിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. ഇനി പടം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമുക്ക് അറിയുള്ളൂ. ലാലേട്ടൻ്റെ ചെറിയൊരു ക്യാമിയോ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനു മുമ്പ് പല ക്യാമിയോസ് നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് വലിയ ഹൈപ്പൊന്നുമില്ല. സോ എന്നെ സംബന്ധിച്ച് ഒരു ഒരു നോർമൽ പടം എന്നുള്ള രീതിയിലാണ്, അല്ലാതെ ഒരു വലിയ എക്സ്പെക്റ്റേഷൻ ഉള്ളൊരു പടമൊന്നും അല്ല ഈ തുടക്കം എന്ന് പറയുന്നത്. ദെൻ DC എന്ന് പറഞ്ഞ പടമുണ്ട്, അതെനിക്ക് കാണണമെന്നുണ്ടായിരുന്നു തന്നെ. കാരണം അരുൺ മതേശ്വറിൻ്റെ പടമാണ്. പക്ഷേ ലോകേഷ് കനകരാജ് എങ്ങനെ അഭിനയിക്കുന്നതെന്ന് അറിയില്ല. ലോകേഷും ആമിക്കൊക്കെ കൂടിയുള്ള ഒരു ഭയങ്കര വെഞ്ചൻസ് നിറഞ്ഞ ഒരു ബ്ലഡ് ബാത്ത് നിറഞ്ഞൊരു പടമാണെന്നുള്ളതിൻ്റെ ട്രെയിലറിലും. ദെൻ ഈ പടത്തിൽ മെയിനായിട്ട് ഇതെല്ലാം മാറ്റി വെച്ചു. അരുൺ മതേശ്വർ എന്ന ഡയറക്ടർ ആൾ മറ്റേ പഴയ റോക്കി ചെയ്തതും ദെൻ സാനി ഗായത്തും ചെയ്തതും ദെൻ ക്യാപ്റ്റൻ മില്ലർ വലിയ കുഴപ്പമില്ലായിരുന്നു, അത്രയുള്ള വലിയ കാര്യമായിട്ടൊന്നുമില്ല. എനിക്ക് ഇങ്ങനെയുടെ ആ ഒരു ഫിലിമോഗ്രഫിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം മറ്റേ റോക്കിയാണ്. അതിൻ്റെ ആ ഒരു മോണോലോഗും അതിൻ്റെ ആ ഒരു മേക്കിങ്ങും അവസാനത്തെ ആ ഒരു മറ്റേ സാധനം വെച്ച് നിൽക്കണ ആ ഒരു നിപ്പും ദെൻ ആ ഒരു ഓൾഡ് ബോയ് സ്റ്റൈലിലുള്ള മേക്കിങ്ങും മറ്റേ ഫൈറ്റ് കൊറിയോഗ്രഫിയൊക്കെ ഉള്ള അടിപൊളി പടമായിരുന്നു റോക്കി. അതിനൊരു പോയറ്റിക് നേച്ചർ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങേരുടെ പിന്നെയുള്ള പടങ്ങളിലൊക്കെ അതിങ്ങനെ ഡൗൺ ആയി വന്നു. ലെറ്റ്സ് സീ, ഈ ഒരു പടം നമുക്കറിയില്ല. പക്ഷേ ഈ പടത്തിൽ അനിരുദ്ധ് ചെയ്തു വെച്ച ആ ഒരു ട്രാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പടത്തിന് മെയിനായിട്ട് പോകുന്നത് തന്നെ. കാരണം ഈ അടുത്തൊരു OST ഇറക്കിയിട്ടുണ്ടായിരുന്നു. പണ്ട് മുതലേ നമ്മൾ ഇങ്ങേരുടെ ഈ പടത്തിലെ ട്രാക്സ് ഫുള്ള് അനിരുദ്ധ് ചെയ്തു വയ്ക്കുന്ന ഈ കൊല്ലത്തെ തന്നെ ഒന്ന് പറയും. ഈ കൊല്ലം എന്നല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പീക്ക് ഓഫ് ദി സ്റ്റാർട്ടപ്പ് എന്ന് പറയില്ല ആ സംഭവം. ഭയങ്കര വെറൈറ്റി സാധനങ്ങൾ. ഇതിപ്പോൾ ക്ലാസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു പടത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആ ഒരു ഹോസ്റ്റിൽ ഒരു 10-40 മിനിറ്റിൻ്റെ കുറേ ട്രാക്സ് ഉണ്ട്. അത് മാത്രമായിട്ട് ഇപ്പോൾ സ്പോട്ടിഫൈയിലൊക്കെ റീസെൻ്റ്ലി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ കാറൊക്കെ ഓടിച്ച് പോകാം ഫുൾ ടൈം. ആ രീതിയിലുള്ള അടിപൊളി സാധനങ്ങൾ. സോ ട്രാക്സ് കേൾക്കാൻ നല്ല ഗംഭീര കുറേ സോങ്സും BGMs ഒക്കെ കേൾക്കാൻ പറ്റുന്ന ഒരു പടമായിരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട് DC. ആൻഡ് ഇറ്റ് വിൽ ബി ബ്ലഡി വയലന്റ്. ദെൻ നെറ്റ്ഫ്ലിക്സിൽ ദി ലാസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങുന്നുണ്ട്. ദെൻ കൊറിയൻ കനകരാജു എന്ന് പറഞ്ഞ തെലുങ്ക് ചിത്രവും ഈ 7-ാം തീയതി പുറത്തിറക്കുന്നുണ്ട്. ദെൻ JD എന്ന് പറഞ്ഞൊരു പടം മറ്റേ മാധവൻ്റെ ഒരു ബയോപിക് പോലെ ഇറങ്ങുന്ന പടമാണ്. നമുക്ക് അധികം അറിയാത്ത ഒരു ബയോപിക് ആണെന്ന് തോന്നുന്നു. സോ ആ ഒരു പടം ഇറക്കുന്നുണ്ട് നമുക്ക് ഈ 7-ാം തീയതി തന്നെ. എനിക്ക് ഹിന്ദിയിൽ നിന്ന് ഓ മൈ ഡോഗ് എന്ന് പറഞ്ഞൊരു പടവും ദെൻ നെറ്റ്ഫ്ലിക്സിൽ കൂടെ ഹിന്ദി ചിത്രമായി ഓപ്പറേഷൻ സഫേദ് സാഗർ എന്ന് പറഞ്ഞ ഒരു വാർ ബേസ്ഡ് മൂവി ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ പാക് വാറൊക്കെ ബേസ് ചെയ്തിട്ടുള്ള സാധനമാണ്. സോ ഇത് ഡയറക്റ്റിൽ നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. സോ ഇത്രയും സിനിമകളാണ് 7-ാം തീയതി പുറത്തിറങ്ങുന്നത്. ദെൻ 14-ാം തീയതിയാണ് നമ്മുടെ സൂര്യപടം, വിശ്വനാഥൻ സൺസ്. ഈ പടം ഡയറക്റ്റ്ലി ഒരു തമിഴ് പടമാണോ എന്ന് ചോദിച്ചാലാണ്, എന്നാൽ ഇതൊരു തെലുങ്ക് പടമാണ്. എൻ്റെ ഇക്കൊല്ലത്തെ സൂര്യയുടെ 2ാമത്തെ പടമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ചില വർഷങ്ങളിൽ സൂര്യപടമേ ഇല്ല, 1, 2, 3 വർഷങ്ങളൊക്കെ അടുപ്പിച്ചില്ല. ഇപ്പോൾ നമുക്ക് അടുപ്പിച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കറുപ്പ് നമ്മൾ ഓൾറെഡി കണ്ടു, വൻ ഹിറ്റായിരുന്നു അവിടെ. ഇത് കഴിഞ്ഞ് വേറൊരു പടം കൂടി ഈ കൊല്ലം തന്നെ ഇറങ്ങാനുണ്ട്. സോ നല്ലൊരു ലൈനപ്പ് പടം നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂര്യയുടെ ലൈനപ്പ്. സോ ഈ പടത്തിൽ കംപ്ലീറ്റ്ലി എൻറ്റയർലി വേറൊരു ജോണറാണ്, ഒരു ലവ് സ്റ്റോറിയാണ്, ഒരു റൊമാൻറ്റിക് മോഡിലുള്ളൊരു പടമാണ്. നമ്മുടെ മമിത ബൈജുക്കാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ദെൻ കവിൻ്റെ ഹായ് എന്ന് പറഞ്ഞൊരു പടം, ദെൻ മകുടം എന്ന് പറഞ്ഞൊരു പടമുണ്ട് നമ്മുടെ വിശാലിൻ്റെ. അത് ഇറങ്ങുമെന്ന് കൺഫേം അല്ല, ഏകദേശം പറയുന്നുണ്ട് 14-ാം തീയതി പുറത്തിറങ്ങുന്നുള്ളത്. ദെൻ പെട്ടുവരാ 1947 എന്ന് പറഞ്ഞ ഹിന്ദി ചിത്രവും അവരാപ്പൻ 2 എന്ന് പറഞ്ഞ ഹിന്ദി ചിത്രവും എൻഡ് ഓഫ് ഓക്സ്ട്രേറ്റ് എന്ന് പറഞ്ഞ ഹോളിവുഡ് ചിത്രവും ഈ ഓഗസ്റ്റ് 14-നാണ് പുറത്തിറങ്ങുന്നത്. 15 ലീവാണല്ലോ, അപ്പോൾ തൊട്ട് തലേദിവസം. ഈ എൻഡ് ഓഫ് ഓക്സ്ട്രേറ്റ് 14-നോ അല്ലെങ്കിൽ 21-നോ എന്നൊക്കെ പറയുന്നുണ്ട്. 14-ന് തന്നെ ആയിരിക്കും കൂടുതൽ ഇന്ത്യയിൽ. ഈ പടത്തിൻ്റെ ആ ഒരു തീം നല്ല രസമാണ്. നമ്മളിപ്പോൾ ഭൂമിയെ പറിച്ച് നടന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്ട്രീറ്റ് കംപ്ലീറ്റ്ലി ഒരു വേറെ സ്ഥലത്ത് ഒരു കോസ്മിക് ഇവൻ്റ് നടന്ന് ഒരു പ്രീ ഹിസ്റ്റോറിക് ഏജിൽ, അതൊന്നുമില്ല, തൊട്ടപ്പുറത്ത് കുറച്ച് ഡൈനോസേഴ്സ് നമ്മുടെ വീട് എടുത്തുകൊണ്ട് ജുറാസിക് പാർക്കിൽ വെച്ച് എങ്ങനെ ഉണ്ടാവും ആ രീതിയിലുള്ള സെറ്റപ്പാണ്. സോ അതിൻ്റെ തീം നല്ല രസമുണ്ട്. സോ കണ്ടു നോക്കും. ഇതിൻ്റെ ട്രെയിലറൊക്കെ
കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പല സിനിമകളിൽ നമ്മളിപ്പോൾ മൾട്ടിപ്ലക്സിലൊക്കെ പോകുമ്പോൾ ഇടാറുണ്ടായിരുന്നു. സോ എൻ്റെ ഫോക്സ് സ്ട്രീറ്റ് 14-ാം തീയതി ആയിരിക്കും പുറത്തിറങ്ങുക. ദെൻ 16-ാം തീയതി ലാൻഡൻസ് എന്ന് പറഞ്ഞ ഒരു സീരീസ് പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ HBO Maxലൂടെ ആയിരിക്കും പുറത്തിറങ്ങുക. ഈ സാധനം നമ്മളിവിടെ ഐ തിങ്ക് ജിയോ ഹോട്ട്സ്റ്റാറിലുണ്ടാവും. ഈ ലാൻഡൻസ് DC സ്റ്റുഡിയോസിൻ്റെ നമ്മുടെ DCയുടെ ഇപ്പോൾ ഇറങ്ങുന്ന ആ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങുന്ന സാധനമാണ്. ഇതിനു മുമ്പ് ഈ പറയുന്ന ഗ്രീൻ ലാൻഡറിനെ ബേസ് ചെയ്തിട്ട് വേറെ കുറേ സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കംപ്ലീറ്റ്ലി എൻ്റയർലി വേറൊരു ടേക്കാണ്. നമുക്കറിയാം ഒരു വേറെ ഒരു ട്രാക്കിൽ കൂടെയാണ് ഇപ്പോൾ DC പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ലാൻഡൻസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അത് ഓരോ എപ്പിസോഡ് ഓരോ ആഴ്ച ആയിരിക്കും പുറത്തിറങ്ങുക. അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഈ 16-ാം തീയതി ആയിരിക്കും. 16 എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച നമ്മളിവിടെ തിങ്കളാഴ്ച രാവിലെ മറ്റേ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഒക്കെ സെയിം സെറ്റപ്പ് തന്നെ HBO എങ്ങനെയാണ് ഇറങ്ങുക അതേ സെറ്റപ്പ് തന്നെ. സോ ലാൻഡൻസ് DC സ്റ്റുഡിയോസിൻ്റെ കയ്യിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു സൂപ്പർ ഹീറോ സീരീസാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഓണം റിലീസുകൾ വരുന്നത്. 20-നും 21-നായിട്ട് 3 പടങ്ങൾ. അതാണ് മെയിൻ 3 പടങ്ങളുള്ളത്. നമ്മുടെ ഐ ആം ഗെയിമും ഖലീഫയും ബത്ലഹേം കുടുംബ യൂണിറ്റും. 20-ാം തീയതിയാണ് 2 പടം ഇറങ്ങുന്നത്, ഐ ആം ഗെയിമും ഖലീഫയും. എനിക്ക് കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ഉള്ളത് ഖലീഫ കാണാനാണ്. കാരണം ഐ ആം ഗെയിമിൻ്റെ ട്രെയിലർ ഞാൻ പ്രതീക്ഷിച്ച രീതിയിലുള്ള എനിക്കറിയില്ല, എനിക്കത് ഒരു ഓക്കെ എന്നായിരുന്നു. ഒരു ഹൈ കിട്ടുന്നൊരു സാധനമായിരുന്നില്ല. ആ ഒരു കാസിനോയിൽ തന്നെ കടന്ന് കറങ്ങുന്ന പോലെ ഉണ്ടായിരുന്നു. ദെൻ അന്യായ ആക്ഷൻ സീനുകളൊക്കെയാണ് ഞാൻ ഈ സിനിമയിലെ ട്രെയിലറിൽ നിന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു നോർമൽ ഒരു പടത്തിൻ്റെ ആ ഒരു ഹൈ ആയി തന്നുള്ളൂ. എനിക്കറിയില്ല, ഇൻ കേസ് ഖലീഫയുടെ ട്രെയിലർ പോലും വന്നിട്ടില്ല. നമുക്ക് ആദ്യം പഴയ ഒരു ടീസറൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി ഇറങ്ങിയ മറ്റ് പൃഥ്വിരാജ് പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആളുടെ ട്രാക്കും വളരെ മോശമാണ്. നമ്മുടെ വിലയിരുത്ത് ബുദ്ധിയും അതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. സോ എല്ലാം അങ്ങോട്ടൊക്കെ തന്നെയാണെന്ന് പറയാം. പക്ഷേ 2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2 കാണണം. പക്ഷേ ആദ്യം ഏത് കാണണം എന്ന് ചോദിച്ചാൽ ഐ തിങ്ക് എൻ്റെ കൂടുതൽ പ്രിഫറൻസ് ഖലീഫ് കാണാനാണ്. തൊട്ടടുത്ത ഷോ തന്നെ ഐ എം ഗെയിമും കാണണമെന്നുണ്ട്. നോക്കാം, 2ഉം അടിപൊളിയായാൽ മതിയായിരുന്നു. ഓണമാണ്, നമുക്ക് എല്ലാ പടങ്ങളും നല്ല ആവണം. 2 ഒരു മാസ് ആക്ഷൻ പാക്ട് സാധനങ്ങളാണ്. അറ്റ് ദ സെയിം ടൈം പിറ്റേ ദിവസം നമുക്ക് 21-ാം തീയതി നിവിൻ പോളി ചിത്രം ഇറങ്ങുന്നുണ്ട്, ബത്ലഹേം കുടുംബയോട്. അത് നല്ലൊരു രസമുള്ള ഒരു ഫീൽ ഗുഡ് മോഡലിലുള്ളൊരു പടമായിരിക്കുന്നതാണ് പ്രതീക്ഷ. സോ 3 പടങ്ങളാണ് മെയിൻലി ഓണം റിലീസായിട്ട് വരുന്നത്. 3ഉം ഒരു യങ് ആക്ടേഴ്സിന് വെച്ച് ഇറക്കുന്ന, ഒന്ന് DQ, പൃഥ്വിരാജ്, നിവിൻ പോളി. സോ നല്ല വൈബായിരിക്കും ഓണം എന്ന് പ്രതീക്ഷിക്കാം. then 21-ാം തീയതി ഇരുമുടി എന്ന് പറഞ്ഞൊരു തെലുങ്ക് ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. പിന്നെ ഹോളിവുഡിൽ നിന്ന് വൺ നൈറ്റ് ഓൺലി എന്ന് പറഞ്ഞൊരു പടം. അത് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, വൺ നൈറ്റ് ഓൺലി, അതന്നെ. ദെൻ മ്യൂട്ടിനി എന്ന് പറഞ്ഞൊരു പടമുണ്ട്, നമ്മുടെ ജെയ്സൺ സ്റ്റാറ്റത്തിൻ്റെ പടമാണ്. ഈ ചങ്ങായി ഇങ്ങനെ പടങ്ങൾ ഇറക്കിയിട്ട് മൂപ്പരുടെ പേരിലൊരു ജോണർ തന്നെ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് 21-ാം തീയതി ഇൻസിഡൻസിൻ്റെ ഏറ്റവും പുതിയ പടം ഔട്ട് ഓഫ് ദി ഫർദർ എന്ന് പറഞ്ഞ സിനിമയും 21-ാം തീയതിയാണ് പുറത്തിറങ്ങുന്നത്. ഇതിപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കുറേ ഹൊറർ പടങ്ങൾ കണ്ടു, നല്ല വെറൈറ്റി സാധനങ്ങൾ, ഇൻഡി പടങ്ങളൊക്കെ കുറേ കണ്ടത്. നമ്മുടെ ഒബ്സഷനും ബാക്ക് റൂമും ഒക്കെ ഒന്ന് അടിച്ച് തൂക്കി പോകുന്നത് നമ്മൾ കണ്ടതാണ്. ദെൻ ഈ അടുത്ത് റീസെൻ്റ്ലി ഞാൻ ലെവിറ്റിക്കസ് എന്ന് പറഞ്ഞൊരു പടം കണ്ടു, അത് നന്നായിരുന്നു. ദെൻ കഴിഞ്ഞ മാസം നമുക്ക് ഈവിൾ ഡെഡ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇനി ഇൻസിഡിയസ് ഈ മാസം ഇറങ്ങും. ദെൻ ഈ അടുത്ത മാസം ഐ തിങ്ക് റെസിഡൻറ്റ് ഈവിൾ ഇറങ്ങും. സോ ഹൊറർ ഫാൻസിന് കുറേ നല്ല ഗംഭീര പാക്കേജസ് ലൈനപ്പ് ഇങ്ങനെ കിടക്കുകയാണ്. ഈ വർഷം ഫുള്ള് കുറേ നല്ല ഹൊറർ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. സോ ഇൻസീഡിയസ് എങ്ങനെ ഉണ്ടാവും നോക്കാം. 21 പുറത്തിറങ്ങുക. ഇതിന് മുമ്പ് ഇറങ്ങിയ ഇൻസീഡിയസൊക്കെ ഞാൻ കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ഉറങ്ങിപ്പോയി, ലിറ്ററലി ഉറങ്ങി. കാരണം വൻ വേസ്റ്റ് പടമായിരുന്നു. ഇതായിരുന്നു അതിന് മുമ്പത്തെ പടമായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും വളരെ മോശമായിരുന്നു. വ്യത്യാസം ഉണ്ടാവുമോ നമുക്ക് നോക്കാം. ഇതിന് 26-ാം തീയതി ടോക്സിക് ഇറങ്ങുന്നത്. ഇത് എപ്പോൾ ഇറങ്ങേണ്ട പടമായിരുന്നു അറിയോ, എപ്പോഴോ ഇറങ്ങേണ്ട പടമായിരുന്നു. എനിക്ക് ഓർമ്മ കൂടിയില്ല എപ്പോഴാണ് ഇറങ്ങേണ്ടിയിരുന്നത്. സോ അതിങ്ങനെ റിലീസ് ഡേറ്റ് പുഷ് ചെയ്ത് അവസാനം ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് 26-ാം തീയതി. അതിനെ പറ്റിയിട്ടുള്ള കോൺട്രവേഴ്സീസ് ഒരുപാടുണ്ട്. ഗീത് മോഹൻദാസ് ആളുടെ ഐഡിയോളജി, ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫെമിനിസ്റ്റ് കുറേ കാര്യങ്ങളൊക്കെ തന്നെ ഈ സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു, ഒരു ട്രെയിലർ റിഫ്ലക്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. സോ എൻ്റെ കൺസേൺ എന്താണെന്ന് വെച്ചാൽ, യാഷിരെ പോലെ ഒരു ആക്ടർ KGF പോലൊരു പടം എടുത്ത് കഴിഞ്ഞിട്ട് ഇത്രയും കാലം ആ ഒരു പീക്ക് സ്റ്റാർഡം ഉണ്ടല്ലോ, ഈ നമ്മുടെ ഇന്ത്യ മാത്രമല്ല, നമുക്കിപ്പോൾ എങ്ങനെയാണോ പ്രഭാസിനെയൊക്കെ വേൾഡ് വൈഡ് അറിഞ്ഞത് ബാഹുബലിയൊക്കെ കഴിഞ്ഞിട്ട്. പക്ഷേ മൂപ്പരുടെ ലൈനപ്പ് നമ്മൾ കണ്ടതാണ്. ബാഹുബലി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 4 പടം കിട്ടിയിട്ടില്ല കലക്കി ഒഴിച്ച്. അതേപോലെ കുറേ പടങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ഒരു ടൈമിലാണ് മൂപ്പർ ആ ഒരു ഹാൾട്ട് വെച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പടം ചെയ്യണത്. സോ ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോഴേ മനസ്സിലായി എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്. നമുക്ക് സിനിമ കണ്ടാൽ നോക്കാം എങ്ങനെ ഉണ്ടാവും. ആ ഒരു യാഷിൻ്റെ സ്ക്രീൻ പ്രസൻസ് ഒന്നുകൊണ്ട് മാത്രമെങ്കിലും ഈ ഒരു പടം കരകയറുക എന്നുള്ളത് നമുക്ക് നോക്കാം. 26-ാം തീയതിയാണ് ടോക്സിക് ഇറങ്ങുന്നത്. സോ അറ്റ് ലാസ്റ്റ് ഇറങ്ങുന്നു എന്ന് പറയാം. ദെൻ 28-ാം തീയതി ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞാൽ Apple TV+ൻ്റെ സീരീസിന് അതിന് സീസൺ 2 പുറത്തിറങ്ങുന്നുണ്ട്. ഫസ്റ്റ് സീസൺ വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു വെറൈറ്റി കോൺസെപ്റ്റുള്ള സാധനം തന്നെയായിരുന്നു. ദെൻ ഇതേ 28-ാം തീയതി ബോഗി, ദെൻ ഈദ,
കരാട്ടെ ബാബു എന്ന സിനിമകളൊക്കെ തന്നെ ഇറക്കുന്നുണ്ട്. ദെൻ സിഗ്മ എന്ന് പറഞ്ഞൊരു പടം അത് 28-ന് ഇറങ്ങുന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി കഴിഞ്ഞ മാസം ഇറങ്ങേണ്ട പടമായിരുന്നു. പിന്നെ എന്തോ കാരണങ്ങൾ കൊണ്ട് റിലീസ് ഡേറ്റ് പുഷ് ചെയ്ത് പോയതാണ്. സോ കൺഫേം അല്ല 28 എന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ ഡോഗ് സ്റ്റാർസ് എന്ന് പറഞ്ഞൊരു പടം 28-ാം തീയതി പുറത്തിറങ്ങും. നമ്മുടെ റിഡ്ലി സ്കോട്ടിൻ്റെ പടമാണ്. മൂപ്പരുടെ പടം എന്നുള്ളത് കൊണ്ടാണ് ഈ പടത്തിനൊരു ഹൈ ഉള്ളത്. സോ ഇത്തരം സിനിമകളും സീരീസുകളാണ് മെയിൻലി ഈ മാസത്തിൽ നമ്മൾ കാത്തിരിക്കുന്നത്. സോ ഇതിൽ തന്നെ നിങ്ങൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏത് സീരീസ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.